Hi friends, welcome back to my channel. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് പിക്കിൾഡ് ഹാലോപ്പിനോയുടെയും ഷവർമ സാൻഡ്വിച്ചിൻ്റെയും റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് ഹാലോപ്പിനോ പെപ്പേഴ്സ് വേണം. ഇത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഹാലോപ്പിനോ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലിയും വെച്ചിട്ട് ഈ പിക്കിൾ തയ്യാറാക്കിയെടുക്കാം. ഇത് മുറിക്കുമ്പോൾ കുറച്ച് തിക്കിൽ വേണം മുറിക്കാൻ, ഇതുപോലെ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ വെക്കാം. ഇത് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്ത് വെച്ച ഹാലോപ്പിനോ ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിന്. നിങ്ങളപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റത്തേക്ക് അടച്ച് മാറ്റി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഹാലോപ്പിനോൻ്റെ കളർ ഒലിവ് ഗ്രീനായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വെക്കാം. ഇത് നിങ്ങൾക്ക് ഒരു 2-3 മാസത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നിങ്ങളിത് ഗ്ലാസ് ജാറിലേക്ക് തന്നെ മാറ്റി വെക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പിക്കിൾഡ് ഹാലോപ്പിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു പാനിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം പാന് വെക്കേണ്ടത്. ഇനി നമുക്ക് പീത്ത ബ്രെഡ് വെച്ച് കൊടുത്ത് അതിന് മുകളിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പീത്ത ബ്രെഡിൻ്റെയും മയോണൈസിൻ്റെയും റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ടൊമാറ്റോ വെച്ച് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാബേജും ക്യാപ്സിക്കവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ പിക്കിൾഡ് ഹാലോപ്പിനോ ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിന് മുകളിലായി നമുക്കൊരു പീത്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. മയോണീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസും കൊറിയാണ്ടർ ലീഫും ഒറിഗാനോവും ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റ് അടച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷവർമ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.